ഹലോ കൂട്ടുകാരെ, പത്രമാറ്റ് സീരിയലിലെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. അനാമികയും മുത്തച്ഛനും മുത്തശ്ശിയും ചന്തുമോളും ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉള്ളിൽ വെച്ച് സംസാരമൊക്കെ ജലജ പറഞ്ഞെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ആ ചടങ്ങൊക്കെ അങ്ങ് കഴിഞ്ഞു. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ സംശയമൊക്കെ ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് അനാമികയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേണുവും രേവതിയും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ മോളെ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? നവ്യയുടെ കൊച്ചിൻ്റെ നൂലുകെട്ടിന് ആരൊക്കെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അവരൊക്കെ പോയി, ഞാൻ പോയൊന്നുമില്ല. അമ്മയും അപ്പച്ചിയും കൂടെ എന്നെ വന്ന് വിളിച്ചതാ, ഞാനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ വീട്ടിലോട്ട് പോകുന്നതേ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ ഒരു ചടങ്ങിന് എന്നെ വിളിച്ചാൽ ഞാൻ പോവോ? ഞാൻ ആ വീടിൻ്റെ പരിസരത്തോട് പോലും അടുക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, ആ ട്രെയിനിങ് ക്യാമ്പിൽ പോയവളുടെ കാര്യം എന്തായി? അവളെ ഉടനെ തന്നെ പുറത്താക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, മോളെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നീ അനന്തപുരിയിലെ കാര്യം മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ കുറച്ച് സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ നോക്ക്. അതിനുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുക. ഇവളുടെ കാര്യം നമ്മൾ മധുസാറിന് വിട്ടുന്നില്ലേ, മധുസാറെല്ലാം നോക്കിക്കോളും. അത്യാവശ്യം പ്രഷർ ഞാൻ കൊടുക്കുന്നുമുണ്ട്. നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആകാൻ മെയിൻ കാരണം അവളാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേരെ ആ ഒരു രീതിക്ക് തന്നെ അവളെ അവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട്. അവളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം അയച്ചു തരുന്നുണ്ട്. പിന്നെ മോൾ അവിടെ ആയതുകൊണ്ടാണ് ഞാൻ മോൾക്കൊന്നും അയച്ചു തരാത്തത്. ഇനി മോളെങ്ങാനും അത് കണ്ടുകൊണ്ട് അനിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളാണെന്നുള്ളത് അവരറിയൂലേ. അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് അതൊന്നും അയച്ചു തരാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ രേവതി ചോദിക്കുകയാണ്, എടി മോളെ, നവ്യയുടെ കുഞ്ഞിനെ ആരൊക്കെ എന്തൊക്കെയാണ് ഇട്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ അതൊന്നും ചോദിക്കാൻ പോയില്ല. അവളുടെ കൊച്ചിനെ ആരെന്തിട്ടാലും എനിക്കെന്നാ, എനിക്കതൊന്നും അറിയില്ല, ഞാൻ അതൊന്നും നോക്കാറില്ല. അവൾമാരെ പോലും എനിക്കിഷ്ടമല്ല, പിന്നെ അവൾമാരുടെ കൊച്ചിനെ എന്നാ കിട്ടിയാലും എനിക്കെന്നാ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എല്ലാവരും നല്ലോണം തന്നെ കൊടുത്തിട്ടുണ്ടാവും. എങ്ങനെയും ഒരു 15 പവൻ്റെ സ്വർണം കുറയാതെ ആ കൊച്ചിന് ഇട്ടിട്ടുണ്ടാവും എല്ലാവരും കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നിനക്കൊരു കുഞ്ഞുണ്ടാവുമായിരുന്നെങ്കിൽ നിനക്കും അതുപോലെ കിട്ടുമായിരുന്നല്ലോടി മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറയുമ്പോഴേക്കും, കുഞ്ഞല്ല, ഇവിടെ മര്യാദയ്ക്ക് ഒരു ജീവിതം പോലും ഇല്ല, അപ്പോഴാണ് കുഞ്ഞിൻ്റെ കാര്യം അമ്മ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ചന്തുമോളുടെ പേരും പറഞ്ഞാൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതൊരു കുടുംബകലഹത്തിലേക്ക് എത്തിച്ചാലേ നമുക്ക് ആ സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്ക് വരുത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ വേണുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അത് നന്ദുവിൻ്റെ ട്രെയിനറുടെ ഒരു മെസ്സേജാണ്. നന്ദുവിനിട്ട് അടുത്ത പണി കൊടുത്തതിൻ്റെ വീഡിയോ ആയിരിക്കുന്നു കണ്ട് വലിയ ആകാംക്ഷയോടെ തന്നെ വേണു അനാമികയോട് പറയുന്നുണ്ട്, എടി മോളെ, ഇത് മധുസാറിൻ്റെ അടുത്ത വീഡിയോ വന്നു, നമുക്കിരുന്ന് കാണാം, ഇത് കണ്ടെങ്കിലും മോളിൽ ഒന്ന് സന്തോഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആണ് വേണു. എന്തായാലും അവളെ മധുസാറ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക, അവൾക്ക് ഒരു സമാധാനവും കൊടുക്കുന്നില്ല. മധുസാറിൻ്റെ കണ്ണ് വെട്ടിച്ച് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് അവൾ പുറത്തിറങ്ങുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവളെ ജയിപ്പിക്കത്തില്ലെന്ന് തന്നെയാണ് അയാൾ പറഞ്ഞേക്കുന്നത്. അത് നന്നായി, അവളെങ്ങാനും എസ് ഐ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ തോപ്പിക്കണമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അനാമിക പറയുകയാണ്, ഒന്ന് നേരിട്ട് പോയി ആ കാഴ്ചയൊക്കെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിന് അതൊരു കുളിർമയായേനെ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ് കേട്ടോ. ഒരു വീഡിയോ കോളെങ്കിലും ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതിനെന്താ മോളെ, നമുക്ക് വീഡിയോ കോൾ ചെയ്യാം എന്നൊക്കെ പറയുകയാണ്. നിനക്ക് അവൾ ട്രെയിനിങ് ക്യാമ്പിൽ കിടന്ന് ഇക്ഷ എണ്ണ വരയ്ക്കുന്നത് കണ്ടാൽ പോരെ മോളെ, അതിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കാം എന്നിങ്ങനെ വേണു പറയുകയാണ് കേട്ടോ. എന്നാ അച്ഛാ, ഇപ്പോൾ തന്നെ ആ മധുസാറിനെ ഒന്ന് വിളിക്ക്, നമുക്ക് വീഡിയോ കോൾ ചെയ്ത് കാണാം, അവൾ കഷ്ടപ്പെടുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക പറയുമ്പോഴേക്കും, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ മോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേണു ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അങ്ങനെ വേണു വിളിക്കുമ്പോഴേക്കും തന്നെ അയാൾ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അയാൾ കോൾ എടുക്കുമ്പോഴേക്കും തന്നെ അയാളുടെ കോലം കണ്ടിട്ട് ഞെട്ടിപ്പോവുകയാണ് വേണുവും രേവതിയും അനാമികയൊക്കെ കൂടെ. അപ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട്, അയ്യോ സാറേ, എന്തു പറ്റി സാറേ, എന്താ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഒന്നും പറയണ്ട, ഞാൻ ഇന്നലെ രാത്രി കുറച്ച് മദ്യപിച്ചിരുന്നു, അകത്തേക്ക് കയറി വന്നപ്പം ആരാന്നറിയില്ല ഒരാൾ എന്നെ അടിച്ചിട്ട് ഒരു പരുവാക്കി. ഞാൻ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ നല്ല ഫിറ്റിലായിരുന്നുകൊണ്ട് അത് നടന്നില്ല. ആരാ സാറിനെ തല്ലി എന്നൊക്കെ ഇങ്ങനെ വേണു ചോദിക്കുമ്പോഴേക്കും, അതറിയില്ല, വന്ന ആളെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവരുടെ മുഖം എനിക്ക് കാണാനും പറ്റിയില്ല. പിന്നെ ഞാൻ നല്ല ഫിറ്റിലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അത് ശ്രദ്ധിക്കാനും പറ്റിയില്ല. എന്തായാലും ഒരു പെണ്ണാണ് എന്നെ തല്ലിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഒരാണ് തല്ലിയാൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, പെണ്ണുങ്ങളുടെ തല്ലും ആണുങ്ങളുടെ തല്ലും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഉറപ്പിച്ച സാറേ, ഇത് അവൾ തന്നെയാണ്, ആ നന്ദു. എന്താ നന്ദുവോ? നന്ദു ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ട്രെയിനർ ചോദിക്കുമ്പോഴേക്കും, അതെ സാറേ, അത് അവൾ തന്നെയാണ്.
ഇതിനു മുമ്പേ ഒന്നല്ല 2 തവണയാ അവളും അവളുടെ കൂട്ടുകാരും കൂടെ ഞങ്ങളെ തല്ലി ഇഞ്ചപ്പരുവാക്കിയത്. ആദ്യത്തെ പ്രാവശ്യം അവൾ വന്നപ്പോഴേക്കും അവളും അവളുടെ കൂട്ടുകാരും കൂടെ ഞങ്ങളെ 2 പേരെയും തല്ലി ചതച്ചിട്ട് പോയി. പക്ഷേ അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആരായെന്നുള്ള കാര്യം. പക്ഷേ 2ാമത്തെ തവണ അവൾ വന്നപ്പോഴേക്കും അവൾ ഹെൽമെറ്റ് ഊരി ഞാനാ നിങ്ങളെ തല്ലിയെന്നുള്ള കാര്യം പറഞ്ഞിട്ടാ പോയത്. ഇതുപോലെ തന്നെയായിരുന്നു അന്ന് എനിക്കും പരിക്ക് പറ്റിയത്. അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിച്ചോ, ഇനിയും അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി അവൾ ഈ ക്യാമ്പിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ട്രെയിനർ. അപ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട്, അതിന് സാറേ അവളെ തല്ലിയെന്നുള്ളതിന് സാറിൻ്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളാണ് സാറിനെ തല്ലിയെന്നുള്ളത് അവിടെ ഉള്ളവരറിഞ്ഞാൽ സാറിൻ്റെ ഇമേജ് എന്താവും? തന്നെയല്ല അവിടെ CCTV ക്യാമറ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലെ വിഷ്വൽസ് എടുത്തിട്ടെങ്കിലും അവളാന്നുള്ളത് പ്രൂവ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അവളെല്ലാം ബുദ്ധിപരമായിട്ടേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ട്രെയിനർ പറയുന്നുണ്ട്, താൻ പറഞ്ഞത് ശരിയാ, ആ ഒരു ക്യാൻറ്റീനിൽ CCTV ഇല്ല, അവളെല്ലാം ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് നീക്കിയേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതെ സാറേ, ഇത് അവൾ നല്ല പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്നതാണ്. സാർ അവളെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവൾ പിന്നെയും തല്ലും, അവൾ ഇടിച്ച് പരിപ്പിളക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അപ്പോഴേക്കും ആ ട്രെയിനർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ട്രെയിനർ എന്നിട്ട് വേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ ഞാൻ അവളെ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം. അവളെ ഞാൻ ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്താക്കും. അവൾ SI ആകത്തില്ല, ഒന്നും ആകത്തില്ല. അവളെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കേട്ടോണ്ട് നിന്ന അനാമിക പറയുകയാണ്, എന്തൊക്കെയായിരുന്നു അവളെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പറപ്പിക്കും, അവളെ ഇഷ്ടമായിട്ടാ വരപ്പിക്കുക. എന്നിട്ട് ഇതേ അയാൾ പോലും അവളുടെ നിന്ന് ഇരുട്ടടി മേടിച്ചിട്ട് കിടക്കുക. അച്ഛനും കണക്കാ, അച്ഛനെ ഏൽപ്പിച്ച ആളും കണക്കാ. അച്ഛനും തല്ല് കിട്ടിയിരുന്നു, ഇതേ ഇപ്പം അയാൾക്കും തല്ല് കിട്ടി എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോഴേക്കും എൻ്റെ പൊന്നു മോളെ ഞാൻ എന്ത് ചെയ്യാനാ? അവള് പോലീസ് ക്യാമ്പിൽ ചെന്നിട്ടും ഇങ്ങനെ കാണിക്കുമെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അവൾ ഇത്രയും വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മേലെ കൈ വെച്ചിരിക്കുന്നത്. ഇതെങ്ങാനും പുറം ലോകം അറിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? അവളെ അപ്പം തന്നെ പുറത്താക്കും. എന്നാലും അവളുടെ ധൈര്യം സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് തൊലിക്കെട്ടിയാ അവൾക്ക്. അല്ലെങ്കിൽ പിന്നെ മധുസാറിനെ പോലെ ഒരാളുടെ മേത്ത് അവൾ കൈ വെക്കുവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും മോളും സൂക്ഷിച്ചു വേണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളാണെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ കണക്ക് അവൾ ഇവിടെ വരുമ്പോൾ തീർത്ത് കളയും. അതുകൊണ്ട് മോളും ഒന്ന് കരുതിക്കൂട്ടി വേണം ഇരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വേണു അനാമികയോട്. തന്നെയല്ല അവൾ പഴയ കരാട്ടയും കളരിയും ഒക്കെ പഠിച്ചതല്ലേ. അവളുടെ അടുത്ത് വിലത്തരവായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഇന്ന് കിട്ടുമെന്നും അറിയാം. അപ്പോഴേക്കും അനാമിക പറയുകയാണ്, അവിടെയാണെങ്കിൽ ഇപ്പം ആ ചന്തുമോളെ കൊണ്ടുവച്ചേക്കുന്നുണ്ട്, ഒരു സമാധാനവും ഇല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ആ കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും. അവിടെ ഒരുത്തൻ അവളുടെ വീട്ടിൽ പോയേക്കുമല്ലേ. അതൊക്കെ കൊണ്ടാണ് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന് അവൾ കഷ്ടപ്പെടുന്ന 2-3 വീഡിയോ കണ്ടെങ്കിലും എനിക്ക് മനസ്സിലിച്ചിരി സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്തപ്പോഴേക്കും ഏൽപ്പിച്ച ആൾ തന്നെ അടി കൊണ്ടിട്ട് അവിടെ കിടക്കുന്നു. ഇച്ചിരി സമാധാനം കിട്ടുമെന്ന് ഓർത്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ അതുമില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ്. ഇപ്പം അതുകൂടെ കണ്ടപ്പോഴേക്കും ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എങ്കിലും വല്ലാത്ത കഷ്ടമായിപ്പോയി. എന്നാലും കുറച്ച് ദിവസം നമ്മൾ സന്തോഷിച്ചായിരുന്നു. അവളെ ആ കോലത്തിൽ കണ്ടപ്പം കുറച്ച് ആശ്വാസമൊക്കെ ആയതാ. എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതെ പോയല്ലോ. അവളെ അവിടെ ഇട്ട് പട്ടി പണിയെടുപ്പിച്ച് അവൾ അവിടുന്ന് മടുത്തിറങ്ങി പോകും. അവൾ SI ആകത്തില്ല. അതിന് മുമ്പ് തന്നെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അവളെ പുറത്താക്കും എന്നൊക്കെയല്ലേ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ ആയല്ലോ. ഇനിയിപ്പം അവൾ SI ആയിട്ട് തിരിച്ചു വരുമോ വേണുവേട്ടാ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുമ്പോഴേക്കും ഒന്നും അറിയത്തില്ല രേവതി, എല്ലാം ഇനി കണ്ടിരുന്ന് അറിയണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, മധുസാറിൻ്റെ മേത്ത് അവൾ കൈ വെച്ചുകൊണ്ട് അയാൾ എന്തായാലും അവളെ വെറുതെ വിടുവൊന്നുമില്ല. എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകും. ഒന്നെങ്കിൽ അയാൾ പിന്നെയും നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കും, അല്ലെങ്കിൽ നന്ദുവിനെ ആ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അയാൾ പുറത്താക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്നൊക്കെ ഇങ്ങനെ വേണു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ട്രെയിനർക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് ഹെഡ് ഓഫീസിലേക്കൊക്കെ മെയിൽ അയക്കുമ്പോഴേക്കും അവിടുന്ന് പുതിയൊരു ട്രെയിനറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ട്രെയിനർ എല്ലാവരും ക്യാമ്പിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുമ്പോഴേക്കും നന്ദുവിൻ്റെ റൂംമേറ്റ്സും എല്ലാവരും തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ട്രെയിനറെ കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ സാറിന് എന്ത് പറ്റി? സാർ എവിടെയാണ് വീണത് എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുമ്പോഴേക്കും ട്രെയിനർക്ക് ദേഷ്യം വരുന്നുണ്ട്. ട്രെയിനർ ഉടനെ പറയുന്നുണ്ട്, വേണ്ടടി നീ കൂടുതൽ വിളച്ചിലൊന്നും ഇറക്കണ്ട. ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് നീ കൂടുതൽ വേലത്തരം എന്നോട് കാണിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, സാർ എന്താ സാർ ഈ പറയുന്നത്? ആരാണ് സാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? സാറിന് അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ട്രെയിനർ പറയുന്നുണ്ട്, എനിക്കറിയാം. എന്നെ തല്ലിയത് ഒരു പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈ ക്യാമ്പിലുള്ള ആരും ആണെന്നും എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
അത് നീയാണെന്നാ എൻ്റെ സംശയം എന്നിങ്ങനെ നന്ദുവിനെ നോക്കി പറയുമ്പോഴേക്കും അയ്യോ സാറേ എന്താ സാർ ഈ പറയുന്നേ, സാറിനെ പോലെ ഇത്രയും ഫിറ്റായ ഒരാളെ ഞാൻ എങ്ങനെയാണ് തല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദു. സാറിനെ പോലെ ഒരാളെ ഒരു പെണ്ണ് തല്ലിയെന്ന് പറയുമ്പോഴേക്കും അത് നാണക്കേടല്ലേ സാർ, അതിങ്ങനെ പുറത്തറിഞ്ഞാൽ സാറിൻ്റെ ഇമേജിനെ തന്നെ അത് ബാധിക്കുകയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ ട്രെയിനർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശരിയാണല്ലോ ഇവള് പറഞ്ഞത്, ഇതുപോലൊരു നരുന്ത് പെണ്ണ് എന്നെ തല്ലിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഇമേജ് എന്തായി പോവും, പിന്നെ അത് മൊത്തത്തിൽ നാണക്കേടാകും. ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് ഫുള്ളി നാണക്കേടാകും അത്. അതുകൊണ്ട് തന്നെ ട്രെയിനർ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ട്രെയിനറെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ട്രെയിനർ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെങ്കിലും അത് ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ആരായാലും ശരി, അവർ പിന്നെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടാവില്ല, അവരെ ഞാൻ ഡിസ്മിസ് ചെയ്ത് വിടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ട്രെയിനർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നന്ദുവിൻ്റെ റൂംമേറ്റും കൂടെ പറയുകയാണ്, എങ്ങനെയുണ്ട് എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പോഴേക്കും റൂംമേറ്റ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ സമ്മതിച്ചു മോളെ, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, എന്തായാലും അയാൾ ഇനി വാ തുറക്കില്ല. ഒരു പെണ്ണങ്ങനെ എടുത്തിട്ട് തല്ലിയെന്ന് പറയുമ്പോഴേക്കും തന്നെ അയാൾക്കത് നാണക്കേടില്ല, അതുകൊണ്ട് ഇനി അയാൾ അത് വലിയ കാര്യമാക്കാനൊന്നും പോകുന്നില്ല, അതിനി അയാൾ ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ റൂംമേറ്റ് പറയുന്നുണ്ട്. മല പോലെ വന്ന ആളാ എലി പോലെ പോയ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ട്രെയിനർ തിരിഞ്ഞു പോകുമ്പോഴും ഇവരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ചിരിക്കുന്ന കാണുമ്പോഴേക്കും ട്രെയിനർ പറയുന്നുണ്ട്, ചിരിച്ചോടി നീ ചിരിച്ചോ, എന്തായാലും നിന്നെ ഒന്നും അധിക നാൾ ഞാൻ ഇവിടെ വാഴിക്കില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ട്, നീ ഇവിടുന്ന് കരഞ്ഞോണ്ട് പോകുന്ന ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പുതിയതായിട്ട് അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള ആ ഒരു ട്രെയിനർ ഇയാളെ പോലെ മുരടൻ സ്വഭാവമൊന്നുമല്ല, അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ നന്ദുവിന് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്ദു നല്ല മിടുക്കിയായിട്ട് തന്നെ അവിടെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ട്രെയിനർക്ക് നന്ദുവിനെയൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയും കൂടെ നന്ദുവിനെ കാണാൻ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു ഇങ്ങനെ വിളിച്ചിട്ട് നയനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രെയിനറുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പം ഞാൻ ഇരുട്ടടി കൊടുത്തു, അപ്പം അതിൻ്റെ ഒരു ദേഷ്യം അയാൾക്ക് എന്നോടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നയനയും ആദർശും കൂടെ നന്ദുവിനെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോഴേക്കും നന്ദുവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്താ പറ്റിയെന്നൊക്കെ. അപ്പോഴേക്കും അയാൾ എന്നോട് എന്തോ മുൻവൈരാഗ്യമുള്ള പോലെയാണ് പെരുമാറുന്നത്, എന്നെയും നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇയാളെ ഇങ്ങോട്ടേക്ക് ട്രെയിൻ ചെയ്ത് വിട്ടേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും ആ ഒരു സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇനി ട്രെയിനിങ് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, എങ്ങനെയെങ്കിലും അയാൾ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ട്രെയിനർ വലിയ കുഴപ്പമില്ല, പക്ഷേ അയാൾ തിരിച്ച് കയറുന്നതിന് മുമ്പ് തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ SI ആകണം എന്നുള്ള എൻ്റെ ആഗ്രഹം നടക്കാതെ പോകും എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ വിഷമിച്ച് പറയുമ്പോഴേക്ക് ആദർശ് പറയുന്നുണ്ട്, മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, അതൊന്നും ഓർത്ത് ട്രെയിനിങ്ങിൽ കുഴപ്പമൊന്നും കാണിക്കേണ്ട, ട്രെയിനിങ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തു, നമുക്ക് മുത്തശ്ശനായിട്ട് സംസാരിച്ച് മുത്തശ്ശനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്താൽ അയാളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ നോക്കാമെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, മോൾ നന്നായിട്ട് തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുക, നമുക്ക് മുത്തശ്ശനോട് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു പോസ്റ്റിങ്ങും റെഡിയാക്കാമെന്നൊക്കെ ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നയനയും ആദർശും നന്ദുവിനോട് സംസാരിച്ച് നന്ദുവിൻ്റെ റൂംമേറ്റിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അവിടുന്ന് തിരിച്ചു പോരുകയാണ്. നയനയും ആദർശും കൂടെ നന്ദുവിനെ കാണാൻ വന്ന വിവരം അനിയെ അറിയുകയാണ്. അതറിഞ്ഞപ്പോൾ തൊട്ട് അനിക്കൊരു സമാധാനവും ഇല്ല. അനിക്കും നന്ദുവിനെ കാണണം എന്നുള്ള ഒരാഗ്രഹമുണ്ട് കേട്ടോ. ഇവരുടെ ഒപ്പം പോയാലും അല്ലാണ്ട് പോയാലും ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്നുള്ള കാര്യം അനിക്ക് അറിയാം. അതുകൊണ്ടാണ് അനി അതിലൊന്നും മുതിരാത്തത്, അല്ലെങ്കിൽ അനിക്ക് നിഷ്പ്രയാസം അവിടെ പോയി അവളെ കാണാമെന്നേ ഉള്ളൂ. അങ്ങനെ മുത്തശ്ശനോട് ഈ കാര്യങ്ങളൊക്കെ നയനയും ആദർശം കൂടെ സംസാരിക്കുമ്പോഴേക്കും മുത്തശ്ശൻ വേണ്ട ഓഫീസേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അയാളെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഈ ട്രെയിനർ വിളിച്ചിട്ട് വേണുവിനോട് പറയുകയാണ്, എടോ താൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ, എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റി കളഞ്ഞല്ലോ, അവൾ ചെറിയ പുള്ളിയൊന്നും അല്ലെന്ന് തോന്നുന്നു, അത് മാത്രമല്ല എന്നെ ഇപ്പോൾ ജോലിയിൽ നിന്ന് പോലും തെറപ്പിക്കുന്ന അവസ്ഥയിലാണ്. സാറേ അത് പിന്നെ സാറിന് അറിയാവുന്ന കാര്യമല്ലേ, അവളുടെ 2 ചേച്ചിമാരും അനന്തപുരിയിലോട്ടല്ലേ വന്നേക്കുന്നത്, അനന്തപുരിയുടെ മരുമക്കളായിട്ട് കയറി വന്നേക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങേർക്ക് ഇവളോടും കുറച്ച് സ്നേഹം കൂടുതലുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ട്രെയിനർ ചൂടായിക്കൊണ്ട് തന്നെ വേണുവിനോട് ചോദിക്കുന്നുണ്ട്, എടോ അത് തനിക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ, ഇവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയാലും അവരിടപെടുകയെല്ലാം ഓർത്തിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ മുതിർന്നത്, തൻ്റെ വാക്ക് കേട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവളുടെ ചേച്ചിയും ആ കെട്ടിയവനും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ചിലപ്പം അവരായിരിക്കും റെക്കമെൻഡ് ചെയ്ത് എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റിയത്. എന്തായാലും ഇനിയിപ്പം ഇവിടെ പുതിയൊരു ട്രെയിനറല്ലേ, അതുകൊണ്ട് അവൾ മിക്കവാറും SI ആകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്ന് കരുതിക്കൂട്ടിയിരുന്നോ, ഇന്ന് എനിക്കിട്ട് കിട്ടിയത് നാളെ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാ. എന്തായാലും എന്നെ തല്ലിയവളെ ഞാൻ എന്തായാലും വെറുതെ വിടത്തില്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ പോയാലും അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾക്കിട്ട് നല്ല അടി ഞാൻ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ, അത് ഞാൻ കൊടുത്തിട്ടേ ഞാൻ മാറുള്ളൂ, അത് കൊടുത്താലേ എനിക്ക് സമാധാനം ആകുള്ളൂ
എന്നെ തല്ലിയവളെ ഞാൻ വെറുതെ വിടുമെന്നൊന്നും നിങ്ങൾ ഓർക്കണ്ട. എന്നെ തല്ലിയവളെ ഞാൻ വെറുതെ വിടത്തില്ല. അവക്കിട്ട് ഞാൻ കൊടുക്കും. എൻ്റെ സർവീസിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് പകരം ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ട്രെയിനറും പറയുന്നുണ്ട്.